പത്മജയ്ക്ക് മുന്തിയ പരിഗണന നൽകുമെന്ന് ബി.ജെ.പി. നേതൃത്വം. കേരളത്തിൽ വലിയ മാറ്റമുണ്ടാകുമെന്നും കേരളത്തിന് ചുമതലയുള്ള ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. വിവരങ്ങളുമായി വിദ്യാ ബാലൻ ചേരുന്നു. പത്മജ അങ്ങനെ ബി.ജെ.പിയുടെ പാളയത്തിൽ എത്തിയിരിക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തെ അവർ വിമർശിക്കുകയാണ്. ഒപ്പം നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറയാനും അവർ മറന്നിട്ടില്ല. എന്തൊക്കെയായിരുന്നു പത്മജയുടെ വാക്കുകളിൽ? പത്മജ ഔദ്യോഗികമായി ബി.ജെ.പിയിൽ ചേർന്നെന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി പറയാനുള്ളത്. ഇതിൽ ദില്ലി ബി.ജെ.പി ആസ്ഥാനത്തെത്തിയാണ് പത്മജ പ്രകാശ് ജാവദേക്കറിൽ നിന്നും അംഗത്വം സ്വീകരിച്ചത്. ഒരു വട്ടം ജാവദേക്കറിൻ്റെ വീട്ടിലെത്തി ചർച്ചകൾ നടത്തിയ ശേഷമാണ് പത്മജ ദില്ലി ആസ്ഥാനത്തെത്തുകയും അംഗത്വം സ്വീകരിക്കുകയും ചെയ്തത്. ഇതിന് ബദലായി അവർ പറയുന്നത് പല പ്രാവശ്യം തനിക്ക് കോൺഗ്രസുമായി താൻ കുറച്ച് കാലങ്ങളായി തന്നെ അകൽച്ചയിലായിരുന്നു എന്നാണ് ഏറ്റവും ആദ്യമായി അവർ പറഞ്ഞു വയ്ക്കുന്നത്. അച്ഛൻ കരുണാകരൻ കോൺഗ്രസ് വിട്ട ഘട്ടത്തിൽ പോലും താൻ കോൺഗ്രസിൽ തന്നെ നിന്ന വ്യക്തിയാണ്. പക്ഷേ പലതവണ തനിക്ക് മടുപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു കൂറുമാറ്റം സംഭവിച്ചത് എന്നാണ് അവർ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിച്ചതാണ്, മനഃപൂർവ്വം തോൽപ്പിച്ചതാണ്. ഇതിനെതിരെ ഹൈക്കമാൻഡിൽ പരാതി നൽകിയിട്ടും അത് ചവറ്റുകുട്ടയിലേക്ക് എറിയുകയാണ് ചെയ്തത്. അതിലൊരു നടപടിയും ഹൈക്കമാൻഡ് സ്വീകരിച്ചിട്ടില്ല. പലവട്ടം ഇത്തരത്തിൽ താൻ ആവർത്തിച്ചു പറഞ്ഞതാണ്. എന്നിട്ടും അതിലൊരു തീരുമാനമുണ്ട്, നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് കടുത്ത മനോവിഷമത്തിലായിരുന്നു താനെന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു തികഞ്ഞ അവഗണനയ്ക്ക് ശേഷമാണ് താൻ ബി.ജെ.പിയിൽ ചേരാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നും പറയുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസിന് കൃത്യമായുള്ളൊരു നേതൃത്വമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയിൽ തനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് ഇത്തരത്തിലൊരു മാറ്റം ബി.ജെ.പിയിലേക്ക് ചേർന്നതെന്ന് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ഒപ്പം നരേന്ദ്രമോദി വളരെ വലിയൊരു നേതാവാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നമുക്കതിലേക്ക് എത്താം. ഇപ്പോൾ പ്രകാശ് ജാവദേക്കർ ബി.ജെ.പി. നേതാവിന്റെ വാക്കുകൾ കേട്ട ശേഷം തിരികെ എത്താം. I welcome Padmaja ji, and I can say proudly that in our party we give everybody respect, responsibility and role, so that we are going to offer everybody, and she will be, we have really a good campaigner now. ബി.ജെ.പിയിൽ കാര്യമായ പരിഗണന നൽകും എന്ന് തന്നെ ബി.ജെ.പി. നേതൃത്വം അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ബി.ജെ.പിയുമായി ചർച്ച നടന്നിരുന്നു. ബി.ജെ.പിയിൽ വലിയ മുന്തിയ പരിഗണന അവർക്ക് ലഭിക്കും എന്നുള്ളൊരു സൂചന ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. എങ്ങനെയാണ് ബി.ജെ.പിയെയും അതുപോലെ നരേന്ദ്രമോദിയെയും അവർ പുകഴ്ത്തി പറയാൻ ശ്രമിക്കുന്നത്? ഒരു സ്ഥാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു അതായിരിക്കും ഒരു പക്ഷേ പത്മജയ്ക്ക് ഒരു അവഗണന ലഭിച്ചതാണ് കോൺഗ്രസിൽ നിന്നും. അതിനുശേഷം ഒരു പരിഗണന ലഭിച്ചേക്കാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരിക്കാം ഒരു പക്ഷേ കോൺഗ്രസിൽ വിട്ട് ബി.ജെ.പിയിലേക്ക് ചേക്കേറാൻ പത്മജയെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്. അതിൽ അവർ പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് വളരെ ശേഷിയുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി നടത്താൻ കഴിവുള്ള ഒരു നേതാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ചേരുന്നത് ജനങ്ങൾക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തനിക്ക് അവസരം നൽകാൻ സഹായിക്കും. അതുകൊണ്ടാണ് താൻ ഈ പാർട്ടിയിലേക്ക് പോകുന്നത് എന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരുണാകരൻ പാർട്ടി വിട്ടപ്പോൾ പോലും താൻ പാർട്ടിയിൽ ഉറച്ചു നിന്ന ആളാണ്. പക്ഷേ പാർട്ടി ഇപ്പോൾ നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. അതിന് കൃത്യമായ ഒരു നേതൃനിരയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഒന്നും ചെയ്യാൻ അവിടെ സാധിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ മാറുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ബി.ജെ.പി. വലിയ ഒരു പരിഗണന നൽകിയേക്കാം, ഏതെങ്കിലും നല്ല ഒരു സ്ഥാനം ലഭിച്ചേക്കാം എന്നുള്ള സൂചനകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഈ വരുന്ന ഇലക്ഷനിൽ അവർക്ക് ഒരു സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ തന്നെയായിരിക്കാം പത്മജയെ ബി.ജെ.പിയിലേക്ക് ചേക്കേറാൻ പ്രേരിപ്പിച്ച ഘടകമെന്ന് ഊഹിക്കേണ്ടി വരും. ഇപ്പോൾ ജാവദേക്കർ പറഞ്ഞതുപോലെ തന്നെ ബി.ജെ.പി. കേരളത്തിൽ വലിയ മാറ്റങ്ങളാണ് മുന്നിൽ കാണുന്നത്. വലിയ മാറ്റങ്ങൾക്കുള്ള സാധ്യത ഇപ്പോൾ കേരളത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ബി.ജെ.പിക്ക് സീറ്റ് പിടിക്കാൻ കഴിയുമെന്നും ജാവദേക്കർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയ വലിയ മാറ്റങ്ങളിലേക്കൊക്കെ ബി.ജെ.പി. കടക്കുകയാണ്. കേരളത്തിൽ ഇനിയും ഒരു പക്ഷേ ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന പല വാർത്തകളും വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. എന്തു തന്നെയായാലും ഈ വലിയ ഒരു പദവി പത്മജയ്ക്ക് ലഭിച്ചേക്കാം എന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഏതൊരു സ്ഥാനമാണ് എന്നൊന്നും വ്യക്തത ഇപ്പോഴും വരുത്തിയിട്ടില്ല. ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ തികഞ്ഞ അവഗണനയാണ് തന്നെ ഇത്തരത്തിലൊരു മാറ്റത്തിലേക്ക് നയിച്ചത് എന്നാണ് പത്മജ പറയുന്നത്. ഫിജി. ശരി, വിദ്യാ ബാലൻ റിപ്പോർട്ട് ചെയ്യുന്നു.